ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി. അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ ദർശനം സഭ ദൈവമാതാവുമായി ബന്ധപ്പെടുത്തി ധ്യാനിക്കുന്നു. യാക്കോബ് കണ്ട ഗോവേണി സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടയാളമായിരുന്നു. ആ ദർശനം പുതിയ നിയമത്തിൽ പരിശുദ്ധ കന്യക മറിയാമിലൂടെ അതിൻ്റെ പൂർണ്ണത പ്രാപിച്ചു. ദൈവപുത്രൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ മറിയത്തെ സ്വർഗത്തിലേക്കുള്ള ഗോവേണി എന്നും വിശേഷിപ്പിക്കുന്നത്. അവളിലൂടെ സ്വർഗത്തിൻ്റെ അനുഗ്രഹം ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യർക്ക് രക്ഷയുടെ വാതിൽ തുറന്നു. എന്നാൽ ദൈവമാതാവ് ഒരിക്കലും തന്നെ മഹത്വപ്പെടുത്തിയില്ല. അവൾ എപ്പോഴും മനുഷ്യരെ ക്രിസ്തുവിലേക്കാണ് നയിച്ചത്. കാനായിലെ വിവാഹ വിരുന്നിൽ അവൾ പറഞ്ഞ വാക്കുകൾ ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. അവൻ നിങ്ങളോട് പറയുന്നതെന്തോ അത് ചെയ്യുകയും. ദൈവമാതാവിൻ്റെ ജീവിതം എല്ലായ്പ്പോഴും ക്രിസ്തുവിലേക്കുള്ള വഴിയാണ് കാണിച്ചു തന്നത്. ഈ നോമ്പിൽ നാമും നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരു ഗോവേണിയാക്കാൻ ശ്രമിക്കാം. ആയതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.